1987 പണത്തിന്റെ ആഡംബരങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു സാധാരണ ഫാമിലിയിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്പനി കെയർടേക്കർ ഗുരുനാഥന്റെ മകനായി ജനനം. അങ്ങനെ വലിയ നിറങ്ങളില്ലാത്ത അവന്റെ കുട്ടിക്കാലം കടന്നു പോകുമ്പോൾ എന്നോ ഒരിക്കൽ ഗ്രെയിൻസ് ഉള്ള ഒരു പഴയ ടിവിയിൽ അവൻ ആദ്യമായി ക്രിക്കറ്റ് കണ്ടു. അന്ന് അവന്റെ കണ്ണുകളിൽ ആദ്യമായി തിളക്കം വന്നു. അവന്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെക്കാൾ ശക്തമായ തിളക്കമായിരുന്നു. അന്നു മുതൽ അവൻ ക്രിക്കറ്റിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല. അങ്ങനെ അവൻ അതിനായുള്ള വഴികൾ അന്വേഷിച്ചു. ഒരിക്കലും എത്തിപ്പെടില്ല എന്ന് വിചാരിച്ചിടത്തേക്ക് അവന്റെ വിധി അവനെ തിരിച്ചുവിട്ടു. അങ്ങനെ 12ാമത്തെ വയസ്സിൽ ഒരു ലോക്കൽ മാച്ചില് ദിനേശ് ലാഡ് എന്ന കോച്ച് മണ്ണിലടിയിൽ കിടന്നിരുന്ന മാണിക്യത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അത് അവന്റെ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷേ ആ കാര്യം സന്തോഷത്തോടെ കേൾക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവനെ അവരുടെ മുമ്പിൽ പണമോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവിടേക്കാണ് അവന്റെ ജീവിതത്തിലേക്ക് ഒരു ദൂതൻ എത്തുന്നത്. അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ അവന്റെ ഒരു അങ്കിൾ അവന് വേണ്ടി പണം മുടക്കാൻ തയ്യാറായി. അങ്ങനെ ആദ്യമായി അവൻ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ എൻറോൾ ചെയ്യുന്നു. മണിക്കൂറുകളോളം ട്രെയിനിൽ സഞ്ചരിക്കണമായിരുന്നു അവന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ. ആ ട്രെയിൻ യാത്രകളിൽ അവൻ കണ്ടത് മുഴുവനും വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു. അവനെ പോലെ ഒരു സാഹചര്യത്തിൽ വരുന്ന ക്രിക്കറ്ററെ സംബന്ധിച്ച് അപ്രാപ്യമായ സ്വപ്നങ്ങൾ. എന്നാൽ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടുവന്നവന്റെ ക്രിക്കറ്റ് ജേർണി ആദ്യമേ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എയർലി ഫെയിലിയേഴ്സ്, പലതരത്തിലുള്ള ഡൗട്ടുകൾ അവന്റെ ടാലന്റിന് മേലെ വന്നു. ക്രിട്ടിക്സുകൾ അവന്റെ ഇൻകൺസിസ്റ്റൻസിയെ ചൂണ്ടിക്കാട്ടാൻ തുടങ്ങി. എന്നാൽ അവന്റെ ഉള്ളിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന തീ കെടുത്താൻ ഇതിനൊന്നും സാധിക്കുമായിരുന്നില്ല. അവന്റെ പരാജയങ്ങളെ അവൻ ചവിട്ടുപടിയാക്കി. അങ്ങനെ 2007 ഇന്ത്യയുടെ T20 ക്രിക്കറ്റിലേക്ക് അവൻ കാലെടുത്തു. അന്ന് അവന് 20 വയസ്സ്. ആ വർഷം ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ യുവരാജിനെ പോലെ ഗംഭീറിനെ പോലെ എടുത്തു പറയേണ്ട ഒരു റോൾ ഉണ്ടായിരുന്നു ആ 20 വയസ്സുകാരൻ. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫൈനലിൽ യൂസഫ് പഠാൻ, യുവരാജ്, ധോനി, ഉത്തപ്പ എന്നിവർ വലിയ റൺസ് കണ്ടെത്താനാകാതെ കൂടാരം കയറിയപ്പോൾ ഈ 20 വയസ്സുകാരൻ 16 ബോളിലെടുത്ത 30 റൺസ് അത് ഇന്ത്യക്ക് മുതൽക്കൂട്ടായിരുന്നു. അവിടെ തുടങ്ങുന്നു രോഹിത് ശർമ്മ എന്ന ക്രിക്കറ്ററുടെ ഇന്ത്യൻ ജേഴ്സിയിലുള്ള പടയോട്ടം. അങ്ങനെ ഇന്ത്യൻ ടീമിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും ആരോപണങ്ങൾ വന്നു. ടാലന്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യം. പക്ഷേ ഒരു കളിയിൽ പെർഫോം ചെയ്ത അടുത്ത കളിയിൽ രോഹിത്തിനെ നമ്പാൻ പറ്റാതായി. ആ സമയത്തൊക്കെ അവൻ ഫിനിഷർ ആയിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ MS ധോനി ഒരു വലിയ തീരുമാനമെടുത്തു. ഇനി മുതൽ നീ ഫിനിഷറായി ഇറങ്ങണ്ട, നീ ഓപ്പണർ ആയാൽ മതിയെന്ന്. പിന്നെ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഓപ്പണറായ രോഹിത് ശർമ്മയെ മാത്രമല്ലായിരുന്നു, ഒരു ഹിറ്റ്മാന്റെ ജനനം കൂടിയായിരുന്നു.